उड़ा उड़ा है कहीं दूर. ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ മേക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാന്നുള്ളതാണ്. നമുക്ക് പൈസ ഒന്നും കൊടുത്ത് ഇനിയിപ്പം ബട്ടർഫ്ലൈസ് ഒന്നും വാങ്ങി വെക്കണ്ട. അതുപോലെ തന്നെ കുഞ്ഞു ആളുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു ക്രാഫ്റ്റ് ആണ് ഇതിങ്ങനെ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ടൈപ്പ് 1 ടൈപ്പ് 2 ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ആയിരിക്കും കാണിച്ചു തരുന്നത്. അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസമായിട്ട് ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അധികം സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടിപൊളി കളർഫുൾ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള പേപ്പറുകൾ സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ കളർ പേപ്പറുകൾ തന്നെ എടുക്കാം. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒന്നുകൂടെ ഭംഗിയുള്ളതാണ്. അപ്പൊ ഈ ഒരു സൈസ് പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഇനി ഒരു 10 സെന്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു പോർഷൻ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലാണ് നമ്മൾ ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ വലിയ ബട്ടർഫ്ലൈസ് ആണ് വേണമെങ്കിൽ നിങ്ങൾ സൈസ് മാറ്റി കൊടുക്കുക. നിങ്ങൾ 15 സെന്റിമീറ്റർ അളവൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇച്ചിരി വലിയ ബട്ടർഫ്ലൈസ് കിട്ടും. അതല്ല 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇച്ചിരി ചെറുത് കിട്ടും. അങ്ങനെ നിങ്ങൾ അളവുകൾ മാറ്റി മാറ്റി കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിനൊരു 10 സെന്റിമീറ്റർ നീളവും വീതിയും കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പേപ്പർ ഞാൻ 10 സെന്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് അളവ് കേട്ടോ. നിങ്ങൾക്ക് ഒരു 15 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ കൊടുത്താൽ വലിയ ബട്ടർഫ്ലൈസ് ആയി പോകും. 15 സെന്റിമീറ്റർ വരെ പോവാ. അതിന് താഴോട്ട് ചെയ്ത് നോക്കാം. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഈ ഒരു 2 കോർണർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോലെ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുക. മടക്കി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അവിടെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മാർക്ക് വീഴണം അവിടെ നമ്മൾ ആ മടക്കിയതിന്റെ. എങ്കിൽ നമുക്ക് ഫോൾഡിങ്ങിന്റെ സമയത്തൊക്കെ എളുപ്പമാവുള്ളൂ. അതിനുശേഷം ഇനി ഈ സൈഡ് ആയില്ലേ, ഇനി നമുക്ക് ഈ സൈഡും കൂടി അങ്ങനെ ഫോൾഡ് വരുത്തണം. അപ്പൊ ഇങ്ങനെയും കൂടി മടക്കി എടുക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ കോർണേഴ്സ് തമ്മിൽ മടക്കി എടുക്കുക. അപ്പൊ നമ്മള് ആ സൈഡും മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കോർണേഴ്സ് മടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി എടുക്കുക. ഇനി പേപ്പറിനെ തേരെ പിടിച്ചിട്ട് ഇങ്ങനെയും കൂടി മടക്കുക. ഓക്കെ, മടക്ക് മറന്നു പോവണ്ട. എങ്ങനെ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലസും ഫോം ചെയ്യണം, ഇങ്ങനെ ഒരു ഇൻടു മാർക്കും ഫോം ചെയ്യണം. അതാണ് ഇത് മടക്കുന്നതിനുള്ള രീതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ പേപ്പർ നന്നായിട്ട് മടക്കിയിട്ടുണ്ട്. ആ മടക്കൊക്കെ കാണാമല്ലോ. ഇനി നമുക്കിതാ ഈ 2 വശം, ഈ 2 സൈഡുകള് ഇങ്ങനെ ഒന്ന് അകത്തേക്കൊന്ന് ചുളുക്കി പിടിക്കുക. ഈ 2 സൈഡ്. ഓക്കെ, ഒന്നെങ്കിൽ ഈ സൈഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡുകൾ എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആ ഫോൾഡിങ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ഈ രണ്ട് സൈഡ് എടുത്തിട്ട് ഈ വശങ്ങളെ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഫോൾഡിങ് വരുന്ന പോലെ പിടിച്ചിട്ട് അതിനെ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്യിക്കുമ്പോൾ പേപ്പർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പൊ നമുക്കൊരു ത്രികോണത്തിന്റെ ഷേപ്പിൽ നമ്മുടെ പേപ്പർ മടങ്ങി കിട്ടും. ഓക്കെ, ഇങ്ങനെ മടങ്ങി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോൾഡിങ് പിന്നെയും കാണാൻ പറ്റും. അതിനെയും ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ മടക്കിയെടുക്കുക. ഓക്കെ, മടക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന വശം ഉണ്ടല്ലോ, ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സൈഡ്, ഈ ഒരു സൈഡ് ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഈ സൈഡോ കട്ട് ചെയ്താൽ നമ്മുടെ ബട്ടർഫ്ലൈ കട്ടായി പോകും രണ്ടായിട്ടും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ സൈഡ്, അതായത് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വിധം ഒരു വട്ടം വരുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒത്തിരി കട്ട് ചെയ്യണ്ട, ലേശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് വട്ടത്തിലൊന്ന് ലേശം കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ നൂത്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ഫോൾഡിങ് ഇവിടെ ഇങ്ങനെ കാണാമല്ലോ. നമുക്ക് ആ വശത്തേക്ക് ഇതിന്റെ ഒരു എതള്, അതായത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ 2 എണ്ണമായിട്ട് കാണാൻ പറ്റും. 2 ചിറകുകളോ പോലെ കാണാൻ പറ്റും. അതിൽ ഒരു പോർഷൻ എടുത്ത് ഈ മടക്കിന്റെ സൈഡിലേക്കും
മറ്റേതെടുത്ത് ഈ പോർഷന്റെ ഈ ഒരു മടക്കുണ്ടല്ലോ ആ ഒരു സൈഡിലേക്കും വെച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇത് ഒരുവിധം ഇപ്പോഴേ ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബാലൻസ് ഭാഗം ഇവിടെ വന്നിട്ടില്ലേ, അതിനെ നമ്മള് മടക്കിയെടുക്കുക. അതായത് മടക്കിയെടുത്തതാ ഫ്രണ്ടില് കൊണ്ടുവരണം, ഇങ്ങനെ കൊണ്ടുവരണം. അതായത് ഈ ബാലൻസ് ഇരിക്കുന്ന ഭാഗം നമ്മള് മടക്കുക, അതായത് ബാക്കിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ വരും. മടക്കിയെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരിക. അതായത് ഇങ്ങനെ വരും, നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മളിതാ ബാലൻസ് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ കൂടി തന്നെ മടക്കിയെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ ഈ ഒരറ്റം ഉണ്ടല്ലോ അവിടേക്ക് ചേർത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ ചിലരൊക്കെ ഫെവിക്കോളേജ് ഒട്ടിക്കുമ്പോൾ കളർ പേപ്പർ ഒക്കെ ആണെങ്കിൽ അതൊരു വൃത്തിയിടാം. അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബട്ടർഫ്ലൈയെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നല്ല അടിപൊളി ബട്ടർഫ്ലൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ പ്രസ് ചെയ്യുന്നതിലും നമ്മൾ ആ മടക്കി എടുക്കുന്നതിലുമാണ് കാര്യം. ഓക്കെ, ഇതാ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബട്ടർഫ്ലൈസ്. നല്ലതാണ്. ഇതിൽ നമുക്ക് വാളിലൊക്കെ ഒട്ടിച്ചു വെക്കാനായിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതാ ഇങ്ങനെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വാലായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ മടക്കി ഇങ്ങനെ മേളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ്. ഇത് ഏകദേശം ഓരോ സൈസുകളാണ്. ഇത് ഞാൻ ഇച്ചിരി 15 സെന്റിമീറ്റർ എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.